ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. ആട് 3 ചിരിക്കണം, ധൈര്യസമേതം ടിക്കറ്റ് എടുത്ത് ഫാമിലിയായി തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു കൊച്ചു സിനിമ തന്നെയാണ് ആട് 3. അപ്പോൾ ആടിനെ കുറിച്ച് പറയുകയാണ് നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുമ്പോൾ, കാരണം ആട് എന്ന് പറയുമ്പോൾ ഫണ്ണ്, ചിരിക്കാൻ വേണ്ടി അവർ അങ്ങനെയാണ് ആ സിനിമ എടുത്തു വെച്ചത്. ആട് ഫസ്റ്റ് തിയേറ്ററിൽ വലിയ പരാജയമായെങ്കിലും അതിന്റെ ആട് എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അതിന്റെ 2 വരാൻ കാരണം. 2 തിയേറ്ററിൽ വലിയ വിജയമാവുകയും ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് ആടിന്റെ 3 വന്നു. തിയേറ്ററിൽ ആട് 3 നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടോ എന്ന് ചിരിപ്പിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ ഫുൾ ഫൺ ആണെന്ന് വെച്ചാൽ അല്ല, ഫണ്ണ് കുറവാണ്. ഈ 3 സിനിമകളിലെ അപേക്ഷിച്ച് ആട് 3 ആണ് ഏറ്റവും താഴെ എന്ന് പറയും. എന്നാൽ സിനിമ മോശമല്ല, നല്ലൊരു സിനിമ തന്നെയാണ്. ഇവർ ഇതിനകത്ത് വേറെ രീതിയിലാണ് ഈ സിനിമയെ സമീപിച്ചിരിക്കുന്നത്. നമ്മളുടെ ഷാജി പാപ്പനും ടീമിനെയും സംവിധായകൻ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനൊരു പ്രത്യേക സ്കെയിലുണ്ട്. ഓരോ കഥാപാത്രത്തിനെയും ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേക ഇൻട്രോ സീനുകൾ, അവർക്ക് പ്രത്യേക ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് എല്ലാം കൊടുത്ത് ഇവരെ എല്ലാം ഒരു പ്രത്യേക മാനറിസങ്ങളോടെയാണ് ഇവർ ഓരോ കഥാപാത്രങ്ങളെയും ഒരു പാപ്പനാണെങ്കിലും ഡൂഡാണെങ്കിലും അബു ആണെങ്കിലും ക്ലീറ്റസ് ആണെങ്കിലും അതേപോലെ എല്ലാ കഥാപാത്രങ്ങളെയും അവരങ്ങനെയാണ് ആ സംവിധാനം മോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവരെ കാണുമ്പോൾ ചിരിയാണ് നമുക്ക് ആദ്യം തന്നെ വരുന്നത്. എന്നാൽ ഈ സിനിമയിൽ ഈ പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം എന്നുള്ള രീതിയിൽ ഈ സിനിമയെ സമീപിച്ചപ്പോൾ ഇതിനകത്ത് ഫണ്ണ് കുറഞ്ഞുപോയി. കാരണം പഴയ കാലഘട്ടത്തിന് സീരിയസ് ആണ്. കാരണം നമ്മൾ ട്രെയിലറെല്ലാം കണ്ടു, രാജാക്കന്മാരെ പോലെയുള്ള കോസ്റ്റ്യൂമൊക്കെ അത് തന്നെയാണ്. പഴയ കാലഘട്ടങ്ങളിലാണ് ഈ സിനിമയിൽ പകുതി ഭാഗങ്ങളും പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ അത് സീരിയസ് ആണ്, കോമഡി ഇല്ല, ഫണ്ണില്ല. പുതിയ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ ഡൂഡും അതേപോലെ തന്നെ ഷാജി പാപ്പാനും ടീമും എല്ലാം തകർത്തിട്ടുണ്ട്. അടിപൊളി പ്രകടനമാണ്, നമ്മളെ തിയേറ്ററിൽ ചിരിച്ചു മണ്ണ് തപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളുണ്ട്. പക്ഷേ മൊത്തമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഫണ്ണ് കുറവാണ്. കാരണം വെച്ചാൽ പഴയ കാലഘട്ടം നമ്മളിപ്പോൾ ഒരു സിനിമ ഇപ്പം ഇവർ എടുത്തു വെച്ചിരിക്കുന്നത് ആട് എന്ന് പറഞ്ഞ സിനിമ ഫുൾ ഫണ്ണാണ്. നിങ്ങൾ ആടിനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പഴയ കാലഘട്ടമോ പുതിയ ടൈം ട്രാവലറോ അല്ലെങ്കിൽ ലൂപ്പോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ എടുത്തു വെച്ചോളൂ. പക്ഷെ ഫണ്ണ് വേണം. ഫണ്ണില്ലെങ്കിൽ ആടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമയിൽ ഫണ്ണ് കുറവാണ്. അത് ഭയങ്കര ഒരു പോരായ്മയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ ഈ സംവിധായകൻ നല്ല ഒരു പാൽപ്പായസം ഉണ്ടാക്കി ആട് 1. അത് നമുക്ക് തന്നു, നമ്മൾ നല്ല രുചിയോടെ ആർത്തിയോടെയും കഴിച്ചു. അതുകൊണ്ട് തന്നെ അതിന്റെ 2 വന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചു. 2 വന്നതും പുള്ളി അതേപോലെ തന്നെ നല്ല പാൽപ്പായസം ഉണ്ടാക്കി നമുക്ക് തന്നു. 3 വന്നപ്പോൾ അദ്ദേഹം നല്ല പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് എന്താ പറയാ ഉള്ളി, തക്കാളി, അതേപോലെ തന്നെ പാവയ്ക്ക ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് തരികയാണ്. എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ചിലപ്പോൾ പാല് കുടിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ഫീലും നല്ല രുചിയൊക്കെ തോന്നും. പക്ഷേ അതിനുള്ള മറ്റുള്ള ഘടകങ്ങളെല്ലാം കൂടെ കൂടുമ്പോൾ നമുക്ക് ആ ആസ്വാദനം, നമുക്ക് ആ രുചി ഇഷ്ടപ്പെടില്ല. അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ ഫണ്ണ് കുറവാണ്. പക്ഷേ എങ്കിൽ അതേ പ്രശ്നമുള്ളൂ. നമ്മൾ വേറെ ഒരു സിനിമയായിട്ട് തന്നെ കാണുകയല്ല. ആട് എന്നുള്ള ആ പാറ്റേൺ വിട്ട് നമ്മൾ വേറെ ഒരു സിനിമയായിട്ട് തന്നെ സമീപിക്കുകയാണെങ്കിൽ തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു സിനിമയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ല സിനിമ തന്നെയാണ്. പക്ഷെ ആടിനെ കമ്പയർ ചെയ്യുമ്പോൾ താഴ്ന്നു പോയി എന്നുള്ളൊരു പ്രശ്നം നല്ലപോലെയുണ്ട്. പിന്നെ ഇതിനകത്തെ സംവിധാനം എടുത്തു വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട്. കാരണം പഴയ കാലഘട്ടമൊക്കെ നല്ല രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം പുതിയ കാലഘട്ടവും പഴയ കാലഘട്ടമൊക്കെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പൈസ ഉണ്ടെങ്കിൽ നല്ല പടം എടുക്കാനുള്ള എല്ലാ കഴിവുള്ള ഒരു സംവിധാനം തന്നെയാണ്. അതുമാത്രമല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും അതേപോലെ മ്യൂസിക് ആണെങ്കിലും അതേപോലെ കളറിങ് എല്ലാം ലൈറ്റിങ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. കാരണം അത് മാത്രമല്ല സെറ്റ് നമുക്കറിയാലോ, നമുക്ക് സെറ്റ് ഇട്ടതൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാരണം ഓരോ സ്ഥലങ്ങൾ നമ്മൾക്ക് ഗുഹകൾ അതേപോലെ കാടിലുള്ള സീനുകളെല്ലാം അടിപൊളിയായിട്ടാണ് അവരത് എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രകടനം എന്ന് വെച്ചാൽ ജയസൂര്യയുടെ കഥാപാത്രം പാപ്പൻ തകർത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിലും ആ മാനറിസവും ആ ഡയലോഗ് ഡെലിവറിയും അതേപോലെ തന്നെ ആ നിപ്പും പാപവും എല്ലാം പാപ്പൻ തന്നെ, അതിനകത്ത് ഒരു മാറ്റവും വരുത്തില്ല. അതൊരു കഴിവ് തന്നെയാണ് കേട്ടോ. അതുപോലെ ഡൂഡ് വന്നു കഴിഞ്ഞാൽ ചിരിയാണ് കേട്ടോ. ഡൂഡ് നല്ല പോലെ ചിരിപ്പിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ കഥ ഒന്നും വിടുന്നില്ല. പഴയ കാലഘട്ടത്തിലാണ് അടിപൊളിയായിട്ടുണ്ട്, പുതിയ കാലഘട്ടത്തിലാണെങ്കിലും അദ്ദേഹം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. പിന്നെ ക്ലീറ്റസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വെച്ചു ധർമ്മജനൊക്കെ ഔട്ടായ ഒരു രീതി, പക്ഷെ ഇതിനകത്ത് ധർമ്മജൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അബുവിനെ പറയണ്ടല്ലോ,
അദ്ദേഹം നോക്കുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. ആ ലെവല് തന്നെ പിടിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിനകത്ത് 2 പേർക്ക് പണി പാളിയിട്ടുണ്ട്. വേറെ ആർക്കുമല്ല. ഒന്ന് നമ്മുടെ ഭഗത്തിന്. ഭഗത്ത് പഴയ നമ്മുടെയൊക്കെ 1ലും 2ലൊക്കെ അദ്ദേഹത്തിന്റെ മാനസം എന്നൊക്കെ ആക്കിയിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ ഇതിലോട്ട് വന്നപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമില്ല. പഴയ കാലഘട്ടത്തിലും മസിൽ പിടിച്ചതാണ്. ഈ കാലഘട്ടത്തിലും അങ്ങനത്തെ ഒരു സീനേ ഇല്ല. ഒരു ഒരു കാരണം ഇതിനകത്തൊന്നും ഡയലോഗ് വരെ ഇവർക്കെല്ലാം കുറവാണെന്നുള്ളതാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി വെച്ചു മാറി ഇതെല്ലാം ചെയ്തിട്ട് മിക്കവർക്കും ഡയലോഗുകളെല്ലാം കുറവാണ്. സ്ക്രീൻ സ്പേസ് ഒക്കെ കുറവാണ്. പക്ഷെ ഉള്ളതിലെങ്കിലും ഇവർ ആ മാനറിസം പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ആ കഥാപാത്രത്തെ. അല്ലാണ്ട് ഒരു സാധാ ഒരു കഥാപാത്രമായി പോയിട്ടുണ്ട്. അതേപോലെ ലോലൻ. ലോലനെ അദ്ദേഹം സാധാരണ എടുത്തു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ലോല ഹൃദയൻ, അതുപോലെ തന്നെ ചുണ്ടൊക്കെ പ്രത്യേക രീതിയിൽ കടിച്ചു പിടിക്കുന്നു, മുഖത്തിനൊരു ചുളിവൊക്കെ വരുത്തി ഒരു പ്രത്യേക രീതിയിലാണ്. ഇതിനകത്തൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗൗരവക്കാരനാണ്. ഒരു മാസ് പോലെ ആയിപ്പോയി. കാരണം ആ പഴയ കഥാപാത്രത്തെ എങ്ങനെ ചെയ്തു, ഞാൻ പഴയ സിനിമ കണ്ടിട്ടെങ്കിലും വന്നിട്ട് ആ രീതിയിൽ ചെയ്യാൻ പോലും അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ഇത് രണ്ടുമാണ് ഈ സിനിമയിലെ പ്രകടനങ്ങളിൽ പാളിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും നല്ല അവരവരുടെ റോളുകളെല്ലാം നമ്മുടെ സാത്താൻ സേവറൊക്കെ നമ്മുടെ സാത്താൻ സേവർ ഈ രീതിയിലുള്ള ഷാജി പാപ്പൻ പഴയ ഇതുള്ള എല്ലാവരും മികച്ച പ്രകടനമാണ്. ഇവരുടെ പഴയ കാലഘട്ടം വരുമ്പോഴാണ് നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടും അവരുടെ പ്രകടനത്തിൽ കുറച്ചൊക്കെ പാളിച്ചകളും അതിൽ സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊരു മോശം സിനിമയല്ല, നല്ല സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി ധൈര്യമായിട്ട് കാണാം. ഇതിനകത്ത് നമ്മളിപ്പം പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നെഗറ്റീവും ഉള്ളത് എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞാണ്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട്. ധൈര്യസമയം തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റ് ആയിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.